ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുറച്ച് സ്പൈസി ആയിട്ടുള്ള പെരി പെരി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഒരു പെരി പെരി ചിക്കൻ ഉണ്ടാക്കുന്നത് ഓവനോ ഗ്രില്ലോ ഒന്നും യൂസ് ചെയ്യാതെയാണ് കേട്ടോ. ഓവനോ ഗ്രില്ലോ ഒന്നും ഇല്ലെങ്കിലും നമ്മളെ വീട്ടിലുള്ള പാനൊക്കെ വെച്ചിട്ട് നമുക്ക് പെരി പെരി ചിക്കൻ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ നമ്മുടെ പെരി പെരി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 700 ഗ്രാം ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊരു വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കനിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം പുതിനയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ജാർ അടച്ച് വെച്ച് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ചിക്കനിലൊക്കെ നന്നായിട്ട് തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. 2 മണിക്കൂർ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്, ഫ്രിഡ്ജിൻ്റെ താഴെ. അപ്പോൾ നമുക്കൊരു ക്ലിയർ ആപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, എന്നാലുള്ള ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുക. ഇനി അല്ലെങ്കിൽ പിറ്റേ ദിവസം ഉണ്ടാക്കാനുള്ളതൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ ഇങ്ങനെ ഈ ഒരു മസാല തേച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ കവർ ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഒന്നും കൂടെ നല്ലതാണ്. കുറച്ച് സമയം കൂടുതൽ എത്രത്തോളം സമയം കിട്ടുന്നു അത്രത്തോളം ചിക്കൻ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്യാൻ വേറൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടീസ്പൂണ് പച്ചമല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 നുള്ള് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 നുള്ള് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ജാറിലേക്ക് തന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞു പോയരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കൂടുതലായിട്ട് എരിവുണ്ടാവില്ല. പിന്നെ സാധാരണ മുളകാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ, എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഇതാകുമ്പോൾ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ഇനി നമുക്കിത് ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ എരിവ് കൂടിയില്ല. അപ്പോൾ സാധാരണ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതും കൂടെ ഒരല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്കിത് വീണ്ടും കവർ ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ കൂടെ ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇത് തയ്യാറാക്കുന്നത് ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ കടായിലാണ് കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ളൊരു കടായിയാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ ആയാലും മതി. അപ്പോൾ ഈ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിലാണ് ആദ്യം ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചിക്കൻ്റെ ഓരോ പീസുകളും ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഡിസ്ലൈക്ക് ബട്ടണും ഉണ്ട്, അതിലും പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മുഴുവൻ പീസ് ചിക്കനും ഇതിലിങ്ങനെ ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ നല്ലത്. ഒരുപാട് വലിപ്പത്തിലാണെങ്കിൽ ഒരുപാട് സമയം വരും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതുപോലെ അടച്ചു വെക്കാം. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. പിന്നെ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ വീണ്ടും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കനൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. എന്നിട്ട് പിന്നെ തീയൊന്ന് കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടോ, ഒരുപാട് സമയം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തതിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് പുറം ഭാഗമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ പെരി പെരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ സോസിൻ്റെ കൂടെയും അതുപോലെ നമുക്ക് എന്തെങ്കിലും സൈഡായിട്ട് ചപ്പാത്തിയോ കുബൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് എരിവൊന്നും തോന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്